വൈകിട്ടാകുമ്പോൾ ഒന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണേ. മഴ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് നല്ല കനത്ത മഴ പെയ്യുന്നുണ്ട്. വൈകിട്ടാവുന്നതോടുകൂടി ആൾക്കാരുടെ നല്ല തിരക്കാണ്. ഇവിടെ പിന്നെ ഏത് സമയത്തും തിരക്കൊക്കെ തന്നെയാണ്. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ മാർക്കറ്റുകളൊക്കെ നല്ല സജീവമായിട്ടുണ്ടാവേ. റോഡിന്റെ രണ്ട് സൈഡിലും പച്ചക്കറിയൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഡോംബൂലി ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും തുണിത്തരങ്ങളും എല്ലാം ഇതുപോലെ സ്ട്രീറ്റിൽ ഉള്ളൊരു മാർക്കറ്റിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പച്ചക്കറികളും തുണികളും എല്ലാം വാങ്ങിക്കാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത്, അതായത് സ്റ്റേഷൻ ക്രോസ് ചെയ്താൽ വെസ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ല നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫിഷും വാങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലത്തെ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, അതുപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇഷ്ടമുണ്ട്. അത് അറിഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ആണോ മാർക്കറ്റ്, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ തന്നെയാണോ അവിടെയും കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇലക്കറികളുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, വലിയ ചീര തണ്ടോടുകൂടിയാണ് കേട്ടോ അവരത് പറിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള കുറേ നമുക്ക് സഞ്ചികൾ, ബാഗുകൾ. പിന്നെ ഞാൻ അങ്ങനെ നടന്ന് നേരെ പോയത് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയൊരു കടയിലേക്കാണ്. കടയല്ലാട്ടെ, ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കൂലേ നമ്മളെ ടേബിളൊക്കെ വെച്ചിട്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. അതുപോലുള്ള ഒരു ചെറിയൊരു കച്ചവടമാണേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ നാളായി ഈ ഒരു സാധനം കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. നാട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ പറമ്പിൽ ഉണ്ടാവുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാഴക്കൂമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നത് വാഴക്കൂമ്പും അതുപോലെ തന്നെ ബ്ലാത്തിച്ചക്കയില്ലേ, എൻ്റെ നാട്ടിലൊക്കെ ബ്ലാത്തിച്ചക്ക എന്നാണ് പറയല്ലേ, കടച്ചക്ക എന്നൊക്കെ പറയും തോന്നുന്നു ഓരോ നാട്ടിൽ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണ്. ഇതുണ്ടല്ലേ, ഈ ഒരു ചെറിയ ബ്ലാത്തിച്ചക്കക്ക് 250 രൂപയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് രണ്ടും അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇങ്ങനെ ഞാൻ ആ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ പൂക്കട കണ്ടു. പൂക്കടയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സമയമായില്ലേ, അപ്പോൾ നാട്ടിൽ അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ കൂടെ ഓണം ഷോപ്പിങ്ങിനൊക്കെ പോയി ആ ഒരു കുട്ടിക്കാലമൊക്കെ എന്നിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പച്ചക്കറികളൊക്കെ വാങ്ങി, വീട്ടിലേക്ക് വേണ്ടുന്ന പൂക്കളൊക്കെ വാങ്ങി, ഡ്രസ്സൊക്കെ വാങ്ങി നമ്മളിങ്ങനെ പോകുന്ന ആ ഒരു കാലമില്ലേ, എൻ്റെ ദൈവം എന്ത് സന്തോഷമാണെന്നല്ലേ അതിൽ ഓർക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു യാത്രയിലും മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. അങ്ങനെ ഫ്രൂട്ട്സും പച്ചക്കറികളും, ഇതാ മഴയാണ് എന്നാലും ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അവർ ഏത് സമയത്തും സജീവമാണ്. പിന്നെ ഇതാ തുണിക്കടയിലൊക്കെ ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും നാട്ടിലത്തെ ഒരു ഓർമ്മ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഉയർത്തിയ പതാകയാണ്, ഇതുവരെ താഴ്ത്തി വെച്ചിട്ടൊന്നുമില്ല. വലിയൊരു കൊടിമരമാണ്. നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ്. മഴ വരുന്നതിന് മുന്നേ വീട്ടിലെത്തിയ വലിയ കാര്യമായി. ഇവിടെ എങ്ങനെ വെച്ചാൽ നല്ല വെയിലുണ്ടാകും, പെട്ടെന്നായിരിക്കും നല്ല കനത്ത മഴ വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. മഴയാണെങ്കിൽ ഒരേ മഴയാണ്, ഇടയ്ക്കൊരു വെയിൽ വരും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നല്ലൊരു വലിയ കുളവും പിന്നെ ഒരു ചെറിയ ഇവിടുത്തെ ഗാവ് ദേവി എന്ന് പറയും. ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ദേവീൻ്റെ അമ്പലമൊക്കെ ഉണ്ടാവേ. അങ്ങനെ വൈകുന്നേരത്തെ കാഴ്ച നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. രാവിലെ ഞാനിതാ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ വാഴക്കൂമ്പ് ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല വറുത്തരച്ച നമ്മുടെ നെയ്മീൻ കറിയാണ്. എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ ഈ ഒരു മീനിനെ അയക്കൂറ എന്നാന്നിട്ടാ പറയൽ. ഇവിടെ മഹാരാഷ്ട്രയിൽ സുർമ എന്നാന്നിട്ടാ പറയാ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയക്കൂറ മീനുണ്ട്. അത് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് കുടംപുളിയൊക്കെ ഇട്ട് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മീൻ കറി ഉണ്ടാക്കണം, പിന്നെ കൂമ്പുപ്പേരി ഉണ്ടാക്കണം, പിന്നെ അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് പൊരിക്കാനും വെക്കണേ. അങ്ങനെ ഞാനിതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത്. നല്ല രീതിയിൽ തേങ്ങ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വറുത്തരച്ചിട്ട് മീൻകറി വെക്കുന്നതൊന്നും മുമ്പൊന്നും ഇഷ്ടമായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ട് ഇപ്പം ഞാൻ ഇതുപോലെ സുറുമ അല്ലെങ്കിൽ ചൂര അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ വറുത്തരച്ച് വെക്കാറുണ്ട് കേട്ടോ.
നമ്മുടെ നാട്ടിലൊക്കെ അധികവും വാളംപുളി ഇല്ലേ, വാളംപുളി ഇട്ടിട്ടാണ് മീൻകറിയൊക്കെ വെക്കാറുള്ളത്. കുടംപുളി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ കുടംപുളി ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അരവൊക്കെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. ഇതുപോലെ എല്ലാം കൂടി തക്കാളിയും എല്ലാം ഒരുമിച്ചിട്ട് വഴറ്റുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാരണം തക്കാളിയിലൊക്കെ ജലാംശം ഉണ്ടല്ലോ. അപ്പോൾ വഴണ്ടി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും കുറച്ച് സമയം മനക്കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഫ്രൈ പോലെ ആക്കി എടുക്കാൻ പറ്റുമേ. പിന്നെ അതിലോട്ട് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയും അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് നല്ല വേവല്ല, കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പില്ലേ, നല്ല നൈസായിട്ട് അരച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കണം. അത് വേവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഏകദേശം തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ അരപ്പ് നല്ലോണം വെന്ത് ആ മീനിൻ്റെ കഷ്ണത്തിനൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കറി കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എത്ര കുറുകുന്നോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറി. അതായത് മസാലയൊക്കെ എത്ര വേവുന്നോ അത്രയും ടേസ്റ്റാണ്. ഇതാണ്ടില്ലേ തിളച്ച് നല്ല കുറുകി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണല്ലേ. ആ സമയത്ത് ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടില്ലേ നമ്മൾ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ നല്ല തിളയുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വറ്റും അത്. അങ്ങനെ മീൻകറി അവിടെ സെറ്റാക്കി. ഇനി ഞാനിതാ വാഴക്കൂമ്പ് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള വാഴക്കൂമ്പിൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലുള്ള ഇങ്ങനെ ദഹിക്കാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ വയറ് സ്തംഭനം അതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നല്ല ക്ലീൻ ആവാനും ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ വാഴക്കൂമ്പ്. വാഴയുടെ എല്ലാ ഐറ്റംസും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള ഐറ്റംസ് അല്ലേ. അങ്ങനെ കട്ട് ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കറിയൻ്റെ ചുവയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നല്ലതാണ്. അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ നമ്മളെ അരിയില്ലേ, ചോറുണ്ടാക്കുന്ന അരി, അപ്പോൾ ആ അരിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വറുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, വറ്റൽമുളക്. ഈ വെളുത്തുള്ളീൻ്റെയും അരിൻ്റെയും കൂടെ വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പക്ഷേ വറ്റൽമുളക് വാങ്ങാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ട് അതില്ല. തൽക്കാലത്തേക്ക് ഞാൻ ഈ വാഴക്കൂമ്പ് കിട്ടിയ സന്തോഷത്തിൽ ആ ഒരു ഗ്യാപ്പ് മറക്കുവാന്നേ. നമുക്കിനി അടുത്ത വട്ടം ഒന്നും കൂടി അതൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ മൂത്ത് അരിയൊക്കെ ഇങ്ങനെ വീർത്ത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് സെറ്റാക്കിയിട്ടില്ലേ ആ ഒരു വാഴക്കൂമ്പ് കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കാം. ഇപ്പം തന്നെ ആ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയ മണവും അരി പൊരിഞ്ഞ മണവും അതൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ. ഇങ്ങനെ നമ്മുടെ കുറേ മസാലകളും അങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിനെക്കാട്ടും എനിക്കിഷ്ടം ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നാടൻ കറികളാണ്. ഈ ഓലൻ, ഇതുപോലത്തെ ഉപ്പേരി, അതുപോലെ തന്നെ പുളിങ്കറി, അങ്ങനത്തെ കറികളൊക്കെ ഇല്ലേ നാടൻ കറികൾ, അതൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ തൈര്, ഉണക്കമീൻ, അങ്ങനെ. എന്നിട്ട് അത് നല്ല രീതിയിൽ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചില്ലേ, ഏകദേശം വെന്തതിന് ശേഷം കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ ഉപ്പേരിയിലെല്ലാം ഒരുപാട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഉപ്പേരിക്കൊക്കെ ഈ വെളുത്തുള്ളിയുടെയും വെളിച്ചെണ്ണേൻ്റെയും പിന്നെ നാട്ടിലാണെങ്കിൽ കാന്താരി മുളകൊക്കെ ഇഷ്ടം പോലെ ഇടുമായിരുന്നേ. ഇവിടെ പിന്നെ കാന്താരി മുളകൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് അതില്ല. അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഒക്കെ മണം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം അത് റെഡി ആയതിനു ശേഷം ഞാൻ അതിലോട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുന്നില്ല, കാരണം ആദ്യം തന്നെ ഞാൻ വറവാക്കിയിട്ടാണല്ലോ പിന്നെ ഈ കൂമ്പ് അതിലോട്ട് ചേർത്തത്. അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണ ആക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം അത് നല്ല രീതിയിലായതിനു ശേഷം അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി, കൂമ്പുപ്പേരി റെഡിയായി. പിന്നെ ഇന്നലത്തെ കുറച്ച് പുളിശ്ശേരി ഉണ്ട് കേട്ടോ, അതാണ് അവിടെ പാത്രത്തിൽ കണ്ടത്. ഇനി ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വെക്കണം. ഇതാ നന്നായി തള വന്നിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് റൈസ് കുക്കറിൽ വെക്കാം. അതിനുശേഷം മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്.
മോൻ ഇവിടെ മീൻ കറിയൊന്നും കഴിക്കൂല കേട്ടോ. ഇനിയിപ്പോൾ ഈ മീൻ പൊരിച്ചത് കഴിക്കുമോയെന്നറിയില്ല. അവൻ അങ്ങനെ മീനിലൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ട് അവന് പുളിശ്ശേരി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനായി. അങ്ങനെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇതാ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ആവി പറക്കുന്ന പാലക്കാടൻ മട്ട അരിയുടെ ചോറുണ്ട്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ കോട്ടക്കലിൻ്റെ മയിൽ ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അരി നല്ല അരിയാണ്, അധികം വേവുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചോറാണ്. പിന്നെ നല്ല വീട്ടിലുണ്ടാക്കിയ മാങ്ങ അച്ചാറുണ്ട്. ഇന്നത്തെ ഡിഷസൊക്കെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു വെപ്രാളായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ വാഴക്കൂമ്പ് ഉപ്പേരി, നല്ല നാടൻ കൂമ്പ് ഉപ്പേരിയാണേ. ഇതൊക്കെ കഴിച്ചിട്ട് എത്ര നാളായി എന്നറിയോ? ഏകദേശം 1-2 വർഷത്തിന് മേലെ ഒന്നല്ല, കുറേ ആയിട്ടാണ് ഞാൻ വാഴക്കൂമ്പ് ഉപ്പേരിയൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ നെയ്മീൻ പൊരിച്ചത്, നല്ല അടിപൊളി കുടംപുളി ഇട്ട് വെച്ച് സെറ്റായിട്ട് നല്ല കുറുകി വന്നിട്ടുള്ള മീൻകറിയും കൂടി ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ മുംബൈയിൽ താമസിക്കുന്ന മലയാളീസാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളും ഇവിടുത്തെ ഫെസ്റ്റിവലും വിശേഷങ്ങളും ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈലൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഊണൊക്കെ കഴിച്ച് നമുക്ക് അടിപൊളി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.